പി.വി. അൻവർ ഹാജരാകണമെന്ന് കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നോട്ടീസ്. പി ശശി നൽകിയ പരാതിയിലാണ് പി.വി. അൻവറിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഡിസംബർ 3-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണം. മാനനഷ്ട കേസാണ് പി ശശി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സന്തോഷ് ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, പി ശശിയുടെ ഹർജിയിൽ കോടതി നടപടി സ്വീകരിച്ചിരിക്കുന്നു, വിശദാംശങ്ങൾ. ഷമി, CPM സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശി നൽകിയ സ്വകാര്യ അന്യായത്തിലാണ് ഇപ്പോൾ പി.വി. അൻവർ MLAക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പി.വി. അൻവർ MLAക്ക് നോട്ടീസ് അയച്ചത്. ഡിസംബർ 3-ാം തീയതി കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നാണ് ഇപ്പോൾ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പി.വി. അൻവർ MLA പല സ്ഥലങ്ങളിലായി അപകീർത്തികരമായ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി ശശി കണ്ണൂർ കോടതി പരാതിയിൽ അപകീർത്തികരവും വ്യാജവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് പരസ്യമായി പല സ്ഥലത്തും മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു എന്ന് ഇതിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, പിന്നീട് പൊതുയോഗങ്ങളിൽ, പല സ്ഥലങ്ങളിൽ നടന്ന പൊതുയോഗങ്ങളിൽ ഉൾപ്പെടെ അപകീർത്തികരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതും ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ പി ശശി ആദ്യം പി.വി. അൻവർ MLAക്ക് വക്കീൽ നോട്ടീസ് അയക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിന് മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തത്. രണ്ട് കോടതികളിൽ, തലശ്ശേരി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും കണ്ണൂർ കോടതിയിലും ഈ പരാതികൾ ഫയൽ ചെയ്തിരുന്നു. അതിൽ തലശ്ശേരി കോടതി നേരത്തെ തന്നെ പി.വി. അൻവർ MLAക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇപ്പോൾ കണ്ണൂർ കോടതിയും പി.വി. അൻവർ MLAക്ക് ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഷമി, സന്തോഷ്, നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങളിലൂടെ നിരന്തരമായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളതായിരുന്നു പി.വി. അൻവറിൻ്റെ സ്ഥിരമായ ഒരു പരിപാടി. എന്നാൽ എന്ത് തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കാൻ അൻവറിന് കഴിയുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത്തരത്തിലൊരു ഇഷ്യൂ കൂടി ഈ കോടതിയുടെ കേസിലേക്ക് വരുമ്പോൾ വരില്ലേ? തീർച്ചയായും ഈ പി ശശി ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം തന്റെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായും അതോടൊപ്പം തന്നെ ഈ പൊതുസമൂഹത്തിൽ ഉൾപ്പെടെയുള്ള നിലവിലുള്ള പ്രതിച്ഛായ അതിന് മങ്ങലേൽപ്പിക്കും വിധമാണ് വ്യാജവും തീർത്തും വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഈ രീതിയിൽ പി.വി. അൻവർ MLA ഉന്നയിച്ചത് എന്നുള്ളതാണ്. അതിന് തെളിവുകളോ മറ്റോ ഹാജരാക്കാൻ സാധിക്കുകയും ചെയ്തില്ല. മാത്രമല്ല, ഈ നോട്ടീസ് അയച്ചതിന് ശേഷവും പൊതുപരിപാടികളിൽ പ്രസംഗിക്കുകയും മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ക്രിമിനൽ കുറ്റമായി കണ്ടുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്നാണ് പി.വി. അൻവറിനെതിരായ പരാതിയിൽ പി ശശി ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആ പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ പി.വി. അൻവർ MLAക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശി നൽകിയ ഹർജിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കണ്ണൂർ കോടതി പി.വി. അൻവർ MLAയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു.